CPIM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. പ്രതിനിധി സമ്മേളനം പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. CPIM-നും LDF-നുമെതിരെ സമാനതകളില്ലാത്ത കടന്നാക്രമണം നടക്കുന്നതായും LDF-നെ അട്ടിമറിക്കാൻ അപ്രഖ്യാപിത ശത്രു നിലനിൽക്കുന്നതായും MA ബേബി പറഞ്ഞു. എസ് ശ്രീജയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ശ്രീജ, ഇനി തിരുവനന്തപുരത്തിന് സമ്മേളനകാലമാണ്. അടുത്ത ദിവസമൊക്കെ എന്തൊക്കെ നടക്കാനിരിക്കുന്നു? MA ബേബിയുടെ വിമർശനമാണ് സ്വാഭാവികമായും ഇന്ന് ആ വാർത്തയിൽ പറയാനുള്ള ഒരു കാര്യം. CPIM-നും LDF-നെയും ലക്ഷ്യമാക്കി സമാനതകൾ ില്ലാത്ത കടന്നാക്രമണങ്ങൾ നടക്കുന്നു എന്ന വിമർശനം കൂടിയുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി കൊടിമര പതാക ജാഥകൾ സംഗമിച്ചു. വിഴിഞ്ഞത്താണ് കൊടിമര പതാക ജാഥകൾ സംഗമിച്ചത്. തുടർന്ന് അവിടെ പതാക ഉയർത്തിയതോടെയാണ് CPIM-ന്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് തുടക്കമാകുന്നത്. ഇന്ന് രാവിലെ പ്രതിനിധി സമ്മേളനം നടക്കുന്ന ആനത്തലവട്ടം ആനന്ദൻ നഗറിൽ അതിനു മുൻപിൽ രക്തസാക്ഷി സ്മാരകം സജ്ജമാക്കിയിരുന്നു. ഈ രക്തസാക്ഷി സ്മാരകത്തിൽ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് പുഷ്പാർച്ചന നടത്തി ഔദ്യോഗികമായിട്ടുള്ള തുടക്കം സമ്മേളനത്തിന് കുറിക്കുകയായിരുന്നു. തുടർന്ന് സമ്മേളന നഗരിക്ക് മുന്നിൽ പതാക ഉയർത്തുകയും ചെയ്തു. ആനാവൂർ നാഗപ്പനായിരുന്നു പതാക ഉയർത്തിയത്. അതിനുശേഷമാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത്. പ്രതിനിധി സമ്മേളനം CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇതിൽ പ്രധാനമായും അദ്ദേഹം സൂചിപ്പിച്ചത് CPIM-ന് നേരെയും LDF-ന് നേരെയും വലിയ തോതിലുള്ള കടന്നാക്രമണമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ്. വലിയ തരത്തിലുള്ള വ്യാജ പ്രചരണം നടക്കുന്നുണ്ട്. ഇതിനെതിരെ അതായത് ഇടതുപക്ഷത്തിനെതിരെ ഒരു അപ്രഖ്യാപിത ശത്രു നിലനിൽക്കുന്നുണ്ട്. അതിനെ നേരിട്ട് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ പാർട്ടി സജ്ജമാകണം എന്നുകൂടിയാണ് അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രതിനിധികളോടായി വ്യക്തമാക്കിയത്. ഭരണഘടനാപരമായി സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഏജൻസികളെ ചൊൽപ്പടിയിൽ കൊണ്ടുവന്നുകൊണ്ട് ഒരു രാജ്യം, ഒരു തിരഞ്ഞെടുപ്പ്, ഒരു ഭാഷ, ഒരു പാർട്ടി, ഒരു നേതാവ്, ഇതെല്ലാം ഏകാധിപതിയായ ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുന്ന RSSന്റെ ഒരു പദ്ധതിയാണ്. അത് ഇപ്പം സെലക്ട് കമ്മിറ്റി, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക്, സെലക്ട് കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയ ധ്രുവീകരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക, അതിന് ഓരോരോ വിഷയങ്ങൾ കണ്ടുപിടിക്കുക, തികച്ചും അസാധാരണമായ ഒരു സ്ഥിതിയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൊണ്ടുപോകാൻ. മറ്റ് വിഷയങ്ങളും സമകാലീന രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പരാമർശിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഒരു രാജ്യം ഒരു ഇന്ത്യ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ രാജ്യത്ത് വലിയ തോതിൽ RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള BJPയുടെ ശ്രമങ്ങൾ തന്നെയാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ചും സംസ്ഥാനത്ത് ഒരു ദുരന്തമുണ്ടായി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം ഒറ്റക്കെട്ടായി നിന്ന് അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളടക്കം നടത്തി. പക്ഷേ ഒരു തരത്തിലുള്ള സഹായവും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും, കേന്ദ്രമാണ് ഇതിൽ സഹായിക്കേണ്ട വ്യക്തികൾ, പക്ഷേ അവർ ഒരു രൂപ പോലും സഹായിക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ്. സംസ്ഥാനം കൃത്യമായ രീതിയിൽ സംസ്ഥാനത്തിന്റെ നിലപാട് ഓരോ വിഷയത്തിലും വ്യക്തമാക്കുന്നു. കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് എന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമീപനം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും ഇതിനെതിരെയെല്ലാം ശക്തമായി പോരാടാൻ ഇടതുപക്ഷം ഇതുവരെ പോരാടിയതുപോലെ തന്നെ ശക്തമായ രീതിയിലുള്ള പോരാട്ടം തുടരണമെന്നുകൂടി അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു വെച്ചു. ഏതായാലും അതിനുശേഷം CPIM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയ്, നിലവിലെ സെക്രട്ടറി V ജോയ് ആണ് പ്രവർത്തന റിപ്പോർട്ട് ഈ യോഗത്തിൽ അവതരിപ്പിച്ചത്. അതിന്മേലുള്ള ഗ്രൂപ്പ് തല ചർച്ചകൾ ഇന്ന് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാളെ പൊതുചർച്ച നടക്കും. പൊതുചർച്ചയ്ക്കുള്ള മറുപടിയും നാളെ തന്നെ ഉണ്ടാകും. അതിനുശേഷം സമ്മേളനത്തിൽ ഇനി ശേഷിക്കുന്ന കാര്യങ്ങൾ പുതിയ ജില്ലാ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കണം, പുതിയ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കണം. തുടർന്ന് 23-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടുകൂടി പൊതുസമ്മേളനം നടക്കും. പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വലിയ റെഡ് വോളണ്ടിയർ മാർച്ച് ഉൾപ്പെടെ ഉണ്ടാകുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും പൊതുസമ്മേളനം വൈകിട്ട് പൊതുസമ്മേളന നഗരിയായ സീതാറാം യെച്ചൂരി നഗറിൽ നടക്കുക. ഏതായാലും സമ്മേളനത്തിൻ്റെ ആവേശത്തിൽ തന്നെയാണ് തലസ്ഥാനത്തെ പാർട്ടി അണികളും നേതാക്കളും എല്ലാവരും എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ഒരു മാസമായി നീണ്ടുനിന്ന ഇതിനോടനുബന്ധമായിട്ടുള്ള പരിപാടികളടക്കം ഈ കോവളത്ത് നിലവിൽ സമ്മേളനം നടക്കുന്ന സമ്മേളന നഗരിക്ക് സമീപത്തായി വിവിധ പരിപാടികളടക്കം, സാംസ്കാരിക പരിപാടികളടക്കം പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ഇനി തിങ്കളാഴ്ചയോടുകൂടിയായിരിക്കും സമ്മേളനം പൂർത്തിയാവുക.
യെസ്, ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.